എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി ജലജയോടും അനാമിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദേവേനി നയനയുടെ ആ ഫോട്ടോ ഫോണിനകത്ത് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ അവള് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ നെക്ലേഴ്സ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അനാമിക പെട്ടെന്ന് ചോദിച്ചു, അല്ല വല്യമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നെക്ലേഴ്സ് ആദർശാൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്താണെന്നിരിക്കും? അല്ലല്ല, ഇതവള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താന്ന് പറയാം. എന്നാലും ഇതെങ്ങനെ സാധിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, ഇത് ജ്വല്ലറി പോയി ഡിസ്പ്ലേ ചെയ്ത സമയത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്ത ആദർശം എന്ന് പറയാം. അപ്പൊ ജലജി ആലോചിച്ചു, അതെങ്ങനെ സംഭവിക്കും? ഈ നെക്ലേഴ്സ് തന്നെയല്ലേ അബി അടിച്ചു മാറ്റി വെച്ചെന്ന് പറഞ്ഞത്, അവളുടെ ബാഗിനകത്ത് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞ്. പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിക്കും? ഒരെത്തും പിടിയും കിട്ടിയില്ല ആലോചിച്ചിട്ട്. ദൈവമേ, പണി മൊത്തം പാളിയും തോന്നേ. ആ സമയം ദേവേനി പറഞ്ഞു, എത്രയൊക്കെയാണല്ലോ അവളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്ത് ഭംഗിയായി നെക്ലേഴ്സ് കാണാനായിട്ട്. കാര്യം പറഞ്ഞ എനിക്ക് അവളോട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേങ്കില് എന്തൊക്കെയാണെങ്കിലും അവളുടെ ഈ കഴിവിന് സമ്മതിച്ചു കൊടുക്കണം. അപാര കഴിവ് തന്നെയെന്ന് പറയാം. ഇത്തവണത്തെ വിഷുവിന് ഇങ്ങനത്തെ ഒരു നെക്ലേഴ്സ് മേടിച്ചിടണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ജലജ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, എടുത്ത് ഈ പ്രായത്തിലാണോ ഈ നെക്ലേഴ്സ് ഒക്കെ ഇടാൻ പോണേ? അതിനെന്താ, ജയേട്ടൻ പറഞ്ഞു എനിക്ക് നെക്ലേഴ്സ് ഒക്കെ ഇടാൻ നല്ല ഭംഗിയുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇത്ര നല്ല ഡിസൈനിങ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ ഇപ്പം അവളോട് നമ്മൾ പറയണ്ട നമ്മൾ വാങ്ങുന്നുണ്ടെന്ന്. നമുക്കിത് ഇഷ്ടപ്പെട്ട് നമ്മൾ അറിയാൻ വേണ്ട. അങ്ങനെ അറിഞ്ഞാലേ അവൾക്ക് എന്തെങ്കിലും തോന്നുള്ളൂ. അതുകൊണ്ട് അവൾ അറിയാതെ വേണം മേടിക്കാനായിട്ട്. ഈ സമയം ജലജ പറഞ്ഞു, ഈ 40-45 വയസ്സായില്ലേ എടുത്തി, ഇനിയിപ്പൊ ഇങ്ങനത്തെ നെക്ലേഴ്സ് ഒക്കെ എന്താ കാര്യമുണ്ടോ? അതിനെന്താ, നെക്ലേഴ്സ് ഇട്ടില്ലേലും വാങ്ങിച്ചു വെക്കാലോ. പിന്നെ എന്തേലും ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇട്ടാലെന്താ കുഴപ്പമിരിക്കണേ? ആരും ഒന്നും പറയാനും ചോദിക്കാനൊന്നും പോകുന്നില്ല. നല്ല ഡിസൈൻ വന്നു കഴിയുമ്പത്തേനും ആരാണെങ്കിലും ഒന്ന് നോക്കി പോന്ന് പറയാ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്ക് ആ പട കട്ടക്കരിപ്പായിപ്പോയി. ദേവേനിക്ക് ഉള്ളിലൊരു സന്തോഷം. ഇവരെ ഒരു മനസ്സിലേക്ക് ഒന്ന് എരിപരി കയറ്റി കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷത്തോടുകൂടി ദേവേനി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ജലജ അനാമിയോട് പറഞ്ഞു, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലാത്ത അവളെ കുരുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്ത, പക്ഷെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞെന്ന് തോന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവള് സന്തോഷത്തിലായി. എന്റെ മകന് അവൻ ഏത് തരക്കാരനാണോ എനിക്കറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെ എങ്ങനെ ശരിയാവും അറിയത്തില്ല. ഞാൻ എയറിലുമായി ഇപ്പൊ ആണ്ടെ അവള് നയനെന്ന് പറയുന്നവള് അവളങ്ങോട്ട് സുഖിച്ചിരിക്കുക. ഏട്ടത്തേക്കാണ് ഇപ്പൊ നയനെന്ന് പറയുമ്പോ എന്റെ മുത്തു പൊഴിയുന്ന പോലെ അതുപോലെയല്ല സംസാരിക്കണെന്ന് പറയാ. എന്ത് ചെയ്യാനാ, വല്യമ്മയുടെ മനസ്സിലേക്ക് ഇപ്പൊ അവള് കേറിക്കഴിഞ്ഞു. ഞാൻ കണ്ടില്ലേ ഒന്നും വല്ലാതായി തീർന്നു പറയണം. അനാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം തന്നെക്കാളും കൂടുതൽ പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നു. അതൊക്കെ കണ്ട സഹിക്കാൻ പറ്റും. ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. അനാമികനെ പൊക്കി പിടിച്ചോണ്ട് നടന്ന ദേവേനി പെട്ടെന്ന് ഒരു നിമിഷം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സങ്കടത്തോട് കൂടിയിട്ട് അനാമിക അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ജലജോർത്ത് അവനെ ഒന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പിന്നീട് അബിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അബിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറടാ, എന്താ ഉണ്ടായത്? നിന്നോട് എന്താ പറഞ്ഞിരുന്നേ? അവളുടെ ബാഗിനകത്തേക്ക് ആ മാല എടുത്ത് വെക്കണമെന്ന് പറഞ്ഞല്ലേ? എന്റെ അമ്മേ, എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ഇതേ വെറുതെ നീ കള്ളത്തരം പറയൊന്നും വേണ്ട. അല്ലമ്മേ, സത്യമായിട്ടും അതെ, ഞാൻ അവളുടെ ബാഗിനകത്തുകൊണ്ട് മാല വെച്ചതാന്നേ. പിന്നെങ്കിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. പിന്നെ ഭാഗ്യം കൊണ്ട് മാല വെച്ചു. എടാ, അവിടെ CCTV ക്യാമറയ്ക്ക് ഉള്ള നിനക്കറിയാമല്ലേ? എന്നിട്ടാണ്ടാ നീ ഇമാതിരി പണി കാണിച്ചെന്ന് ചോദിക്കാം. അമ്മ, CCTV ഒക്കെ ഞാൻ നേരത്തെ കേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാടാ? പിന്നെ നീ കേടാക്കിയൊന്നും കാണത്തില്ല. അവിടെ മൊത്തം ക്യാമറ കാണുമായിരിക്കും. നീ കാണാത്ത, അല്ലെങ്കിൽ നിന്നെ അവരാരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയാം. ഇനി അങ്ങനെ എന്തേലും ഉണ്ടോന്ന് അറിയത്തില്ല. എടാ മരമണ്ട, നിന്നെ കൊണ്ട് ഇന്ന് വരെ എന്തേലും ഗുണം എനിക്കുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഇതിങ്ങനെ, ഇനി ഇതിന്റെ പേരിൽ ഇനി പോലീസ് കേസ് ആകുമോ, ഇനി എങ്ങനെ നാണം കിടുമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നാൽ നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്താവും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരു പിടിച്ചേപ്പ് ഉണ്ടാകത്തില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെപ്പോലൊരു മരമണ്ടൻ നിന്നെ ഞാൻ ജന്മം നൽകിയല്ലോ. എന്നെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനായിട്ട്. 10 പൈസയുടെ ഉപകാരമില്ല. എന്നിട്ട് അവൻ ഇരിക്കുന്നു. നമ്മെ ഞാനൊന്നും പറയുന്നത് കൂടുതലൊന്നും നീ പറയണ്ട, വെച്ചിട്ട് പോടാ ഫോണെന്ന് പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യണം. ആ സമയം ദേവേനി മുറിയിലേക്ക് വന്നു. ദേവേനി ആലോചിക്കുകയാണ് നയനെ എങ്ങനെ രക്ഷിച്ചെന്നുള്ള കാര്യം. ദേവേനി മുറിയിൽ ചെന്ന് ചെയ്തിട്ട കാര്യങ്ങളൊക്കെ ദേവേന്റെ മനസ്സിലേക്ക് വരിക. അപ്പൊ ഒരു ഫോണ് പുതിയ ദേവേനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആങ്ങളുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന അത് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ദേവേനി ഓർത്ത് അതിനകത്തൊരു സിം ഇട്ടാലോ,
ഒരു സിം ഇട്ട് കഴിഞ്ഞാൽ നയനയെ രക്ഷിക്കാൻ സാധിച്ചേക്കും. പിന്നീട് ദേവേനെ അതിനകത്തൊരു പുതിയ സിം ഇടുവാണ്. ആ സിം ഇട്ടിട്ട് അതിനകത്തുനിന്ന് നയനയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക. ഈ സമയം നയന എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പത്തിന് ആദർശേട്ടനോടൊപ്പം ജ്വല്ലറിയിലേക്ക് പോകണ്ടല്ലേ, നന്നായിട്ടൊന്ന് ഒരുങ്ങിയേക്കാം. ആദർശേട്ടൻ പ്രത്യേകം പറയുകയും ചെയ്തു നന്നായിട്ട് ഒരുങ്ങണം എന്നൊക്കെ. അങ്ങനെ കണ്ണാടിക്കകത്തൊക്കെ നോക്കി കമ്പനിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിനകത്തൊരു മെസ്സേജ് വന്നു. ഇതാരാ പോലും മെസ്സേജ് വിടുന്നത്, നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു മെസ്സേജ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് ബാഗിനകത്ത് മാലയുണ്ട്, ആ നെക്ലേസ് ഉണ്ട്, അത് നിങ്ങളുടെ ബാഗിനകത്താണ്, മനഃപൂർവ്വം നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുന്നു. ഇതാരാ പോലും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്? ചിലപ്പോൾ എന്നെ പറ്റിക്കാനാണോ? എന്താണെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നല്ലേ, ബാഗും തുറന്നു നോക്കാം എന്ന് കരുതിയിട്ട് ബാഗ് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ നെക്ലേസ് ഇരിക്കുന്നു. എൻ്റെ ഭഗവാനെ, അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാ. എന്നാലും ഇത് ആരായിരിക്കും തനിക്ക് മെസ്സേജ് അയക്കാൻ പാകത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരോ ആണ് തന്നെ രക്ഷിച്ചിരിക്കുന്നത്? ആരാന്ന് മാത്രം നയനയ്ക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ആ സമയം ദേവേനെ ആലോചിച്ചു, ഇപ്പൊ അവളെ മെസ്സേജ് കണ്ടിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, ഇനി അവളെ രക്ഷപ്പെട്ടോളും. അപ്പൊ ദേവേനെ അങ്ങനെയാണ് നയനയെ രക്ഷിച്ചത്. നയനയുടെ ബാഗിനകത്തുള്ള ആ നെക്ലേസ് അങ്ങനെ നയനെ കണ്ടുപിടിച്ചതും ആ രീതിക്ക് തന്നെയാണ്. പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നയന നേരെ പോകുന്ന ആദർശിന്റെ ഇടയിലേക്കാണ്. അപ്പൊ ആദർശ് അവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നയനയോട് പറഞ്ഞു, അതെ ഇത്തിരി കഴിയുമ്പോൾ തന്നെ നമുക്ക് പോയേക്കാൻ ജ്വല്ലറിയിലേക്ക് എന്ന് പറയാം. ആ സമയം നയന പറഞ്ഞു, ആദർശന്റെ ബാഗിനകത്ത് നെക്ലേസ് ഇല്ലേ, അതൊന്ന് എടുത്ത് കാണിച്ചെന്ന് പറയാണ്. നെക്ലേസ് എടുത്ത് കാണിക്കാനാ? എവിടെ നോക്ക് എന്ന് പറയാണ്. പിന്നീട് ആദർശ് ബാഗ് തുറന്നു. ബാഗ് തുറന്നു നോക്കിയപ്പോഴത്തേനും നെക്ലേസ് അതിനകത്തില്ല. അയ്യോ, ഇതിനകത്തിരുന്ന് നെക്ലേസ് നിധിയെ കാണുന്നില്ലോ എന്ന് പറയാം. ഇത് എവിടെ പോയി? ഞാൻ ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചതാണല്ലോ എന്നൊക്കെ ആദർശ് പറയാം. പെട്ടെന്ന് നയന പറഞ്ഞു, ആദർശേട്ടാ ഇത് എന്റെ കയ്യിലുണ്ടെന്ന് പറയണ. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? നീ ഇത് എപ്പോഴും എടുത്തോണ്ട് പോയെന്ന് ചോദിക്കണം. എന്നോട് പറയാം, നീ എപ്പോഴും എടുത്തോണ്ട് പോയത്? അതെ, ഞാൻ എടുത്തോണ്ട് പോയതല്ല ആദർശേട്ടാന്ന് പറയാം. പിന്നെ എങ്ങനെയാ ഇത് എവിടുന്ന് പോയെന്ന് ചോദിക്കാം. അതാ എനിക്കും അറിയത്തില്ലാത്ത. ആദർശൻ ഈ മെസ്സേജ് നോക്കാൻ പറയണം. അങ്ങനെ മെസ്സേജ് കാണിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല ആദർശേട്ടാ, ഇതെങ്ങനെയാ സംഭവിച്ചെന്നുള്ള. ഇപ്പൊ കണ്ടില്ലേ, ഈ നെക്ലേസ് ആരോ എടുത്തോണ്ട് എന്റെ ബാഗിനകത്ത് വെച്ചിരുന്ന, പക്ഷെ ആരാ എന്താ ഏതാന്നും അറിയത്തില്ല എന്ന് പറയാണ്. പിന്നീട് ഈ നമ്പറിൽ നിന്ന് മെസ്സേജും വന്നു പറയാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തേക്കുന്ന കാര്യമാണല്ലോ, ആരാന്ന് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം. ആരാന്ന് അറിയത്തില്ല, ട്രൂ കോളർ നോക്കിയിട്ട് പേരൊന്നും കാണിക്കുന്നില്ല, അത് ആരോന്നിട്ട് അറിയത്തുമില്ലെന്ന് പറയണം. ആദർശ് ഇങ്ങനെ ആലോചിക്കുക, എന്നാലും ആരായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ, നയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ എന്നൊക്കെ ആലോചിക്കുകയാണ്. ആ സമയം ദേവയാനി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. തന്റെ മരുമോളെ രക്ഷിച്ചു ആ വലിയ ആപത്തിൽ നിന്നും. ജലജയ്ക്ക് നല്ല പണിയും കിട്ടി. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. അവള് വരുന്നുണ്ട്, ഇവൾക്കിടെ നല്ലൊരു പണി കിട്ടി, മുഖമൊക്കെ വെള്ളറി വെളുത്തായിരിക്കുന്നത്, എന്താന്ന് അറിയത്തില്ല. ജലജ വന്നിട്ട് ഏട്ടത്തിന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് ദേവേനി അത് കേട്ടില്ല. പിന്നീട് ഒന്നുകൂടെ വിളിച്ചു, ഏട്ടത്തി ഏട്ടത്തി ഇത് ഏത് ലോകത്താന്ന് ചോദിക്കും. നീയോ? എന്താ ജലജ? അല്ല ഏട്ടത്തി, എന്നാലും അവളിത് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാകത്തെ. അല്ല, ആരുടെ കാര്യം പറയണേ? ഞാൻ ആ നയനയുടെ കാര്യം പറയണേ. അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബി അവളുടെ ബാഗിനകത്തോടെ നെക്ലേസ് ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അവസാനം ജലജയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഏട്ടത്തി. അത് പിന്നെ അവളുടെ കഴുത്തിൽ എങ്ങനെ വന്നറിയത്തില്ലാത്ത ആ നെക്ലേസ്, അല്ലേലും അവൾക്ക് വല്ല ചാത്തസേവ ഉണ്ടെന്നാ തോന്നേ, അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് അവൾ ഇതൊക്കെ കണ്ടുപിടിക്കുവോ? ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, നിന്റെ മകനൊന്നും എതിർത്ത് മാറ്റി കാണത്തില്ല, സത്യമായിട്ടുള്ള കാര്യം ഏട്ടത്തി പറയുന്നേ. അവനെടുത്ത് മാറ്റിയതാണ്, മാറ്റി അവളുടെ ബാഗിനകത്ത് കൊണ്ടേ വെച്ചാ. പിന്നെ അതിന് ശേഷം മാത്രം എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലാത്ത. എന്ത് സംഭവിക്കാനാ? മിക്കവാറും അവൻ തന്നെയായിരിക്കും ഇതിന് കാരണം. അവനല്ല. അല്ല, അവിടെ CCTV ഒക്കെ ഇല്ല ജലജേനെ വയ്ക്കുക. CCTV ഒക്കെ അവൻ കേടാക്കിയായിരുന്നേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കേടാക്കിയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കാം. പറയാൻ പറ്റില്ല. കേടാക്കിയാലും ചിലപ്പം ഒരു പക്ഷേങ്കില് എനിക്കൊന്ന് ആദർശന്റെ കണ്ണുകൾ അവന്റെ പുറകെ ഉണ്ടെന്ന് തോന്നേ. ആദർശ് അപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്നൊക്കെ ഈ നെക്ലേസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് ദേവേനി ജലജയോട് പറയാണ്. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം ജലജ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഇനി ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്ന സമയത്ത് എന്നോടും കൂടെ അഭിപ്രായം ചോദിക്കണം, എന്നാലേ എനിക്കൊരു ഉപദേശം തരാനൊക്കെ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തില് എന്നോട് പറയാൻ നീ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിണ്ടേ പിന്നെ ഞാനെങ്ങനെ അറിയണേ? ഇതുപോലെ വീണ്ടും മണ്ടത്തരത്തിൽ ചെന്ന് ചാടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്ന എപ്പോഴും നല്ല. എന്തിനു വേണ്ടിട്ടാണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആകാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, ശരി ഏട്ടത്തി, എന്നാലും അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാതെ. സാരമില്ല,
ഒരു തവണ പണി പാളിയെന്ന് ഓർത്തോണ്ട് ഇനി നമ്മുടെ പണിയൊന്നും പാളാനായിട്ട് പോകുന്നില്ല. എന്തിനും ഏതും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കല്ലേ, അതുകൊണ്ട് ആ ഒപ്പം തന്നെ ഞാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ ദേവേനി ജലജയോട് പറയാ. ജലജയ്ക്കൊരു സന്തോഷമൊക്കെ. ദേവേനി മനസ്സിൽ പറയാ, എടി നീ എന്നോട് എല്ലാ കാര്യങ്ങളും പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമല്ലേ എന്റെ മരുമോളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിന്റെ കുരുക്കിലേക്ക് എന്റെ മോളെ ഞാൻ ഇട്ടുതരുവാ. എന്റെ മരുമോളല്ല അവള്, എന്റെ മോളാ. അതൊക്കെ നിനക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ദേവേനി മനസ്സിൽ പറയാണ്. പിന്നീട് നയൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്നാലും ആ മെസ്സേജ് ആരായിരിക്കും തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക. ട്രൂ കോളർ പേരൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അപ്പൊ ഡിസൈൻ വരച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നയനയുടെ മനസ്സിൽ ആ ഒരു ചിന്തയായിരുന്നു. പിന്നീട് നയൻ രണ്ടും കൽപ്പിച്ച് നേരെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിന്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ ഇല്ലേന്ന് ചോദിക്കും. ഉണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? അതെ, ഞാനൊരു നമ്പർ തരാം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഡീറ്റെയിൽസാ? അതെ. അതിപ്പോ ചേച്ചിയുടെ ഫോണിനകത്ത് നോക്കിയാൽ പോരെ. ആ ട്രൂ കോളർ നോക്കിയിട്ട് കാണുന്നില്ലാത്തോണ്ടല്ലേ. ശരി, ഞാനവളോട് പറഞ്ഞു വെക്കാം. അല്ല എന്ത് പറ്റി ചേച്ചിന്ന് ചോദിക്കാം. അതാരാ എന്താന്നും അറിയത്തില്ല, അപ്പൊ അത് അറിയാൻ വേണ്ടിയാ മോളേന്ന് പറയണം. ശരി ആയിക്കോട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ അവളുടെ നമ്പർ കൊടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയാം എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അവൾ നന്ദു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയന ഇങ്ങനെ ആലോചിക്കുക, എന്നാലും ആരായിരിക്കും തന്നെ രക്ഷിക്കാനായിട്ട് ഇത്ര റിസ്ക് എടുത്ത് ആ ഫോണിനകത്തുനിന്ന് മെസ്സേജ് അയച്ചേ എന്നൊരു ചിന്തയോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഇനി ഇത് കൂടാതെ ഗൗതമിന്റെ, നന്ദയുടെ, ഇഷിതയുടെ, മഹേഷിന്റെ, സേതുവിന്റെ, പല്ലവിയുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഒരു 7 കഴിയുമ്പോഴത്തേനും ആയിരിക്കും കേട്ടോ. കാരണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അപ്പൊ എന്താണെങ്കിലും മറക്കാതെ എല്ലാവരും എല്ലാ വീഡിയോസും തന്നെ കാണണം കേട്ടോ. അതുകൂടാതെ വൈകുന്നേരം പ്രൊമോ വിശേഷങ്ങളും എല്ലാത്തിന്റെ ഇടുന്നുണ്ട്. പ്രൊമോ വിശേഷങ്ങളും കാണാൻ മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.